ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് റോഷിപാൽ. റോഷിപാലിന്റെ വാർത്താ യാത്രയിൽ അല്ലെങ്കിൽ റോഷിപാലിന്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഏറിയ പങ്കും ചെലവഴിച്ചത് ഈ നടിയെ ആക്രമിച്ച കേസും അതിനുശേഷമുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ ഇടപെടലുകളിലേക്കും റോഷിപാലിന് പോകേണ്ടി വന്നതാണ്. ഇന്നിപ്പോൾ കോടതിയുടെ ഇടപെടൽ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ സർക്കാരിന് ഒരു നടപടി എടുക്കാതെ അല്ലെങ്കിൽ ഇതിലൊന്ന് അനങ്ങാതിരിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയില്ലേ? പ്രതികരണങ്ങളിൽ തന്നെ വിഭിന്ന സ്വരം നമ്മൾ കേൾക്കുന്നു സർക്കാരിൽ നിന്ന് തന്നെ. എന്താണ് യഥാർത്ഥത്തിൽ ഇനി സർക്കാരിന് ചെയ്യാൻ കഴിയുക? അവരുടെ ആലോചനകൾ എങ്ങനെയാണ് റോഷിപാൽ? സുജയ, എന്ന ഹൈക്കോടതിയുടെ നിർണായക ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം സംസ്ഥാനത്ത് ഏറ്റവും വലിയ തൊഴിൽ മേഖലകളിൽ ഒന്നായ സിനിമാ മേഖലയിൽ വ്യാപകമായി ഒരു വിഭാഗം സിനിമാ പ്രവർത്തകരെ ചൂഷണം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ തെളിവുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകൾ, മൊഴികളടക്കം സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ട്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമുക്കറിയാം ഒരു ഭാഗം മാത്രമാണ് പുറത്തു വന്നത്. ആ ഒരു ഭാഗത്തിൽ പുറത്തു വന്ന ഭാഗങ്ങളിൽ തന്നെ വലിയ സൂചനകളുണ്ട് കുറ്റകൃത്യങ്ങളുടെ. ആ കുറ്റകൃത്യങ്ങളുടെ സൂചനകൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷമടക്കം പൊതുസമൂഹമടക്കം ഇതിൽ നിയമ നടപടി വേണമെന്ന ആവശ്യമുയർത്തുമ്പോൾ അത് പറ്റില്ല, പരാതികൾ വരട്ടെ, അപ്പോൾ പരിശോധിക്കാമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ സ്വീകരിച്ചതെങ്കിൽ ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യത്യസ്ത ശബ്ദവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കെ എൻ ബാലഗോപാൽ ഇതിൽ നിയമ തടസ്സമില്ല, സ്വമേധയാ കേസെടുക്കാം, അതിനൊപ്പം പരാതികളുടെ ആവശ്യമില്ല എന്ന കോടതി സ്വീകരിച്ച അതേ നിലപാട്, കോടതിയുടെ പരാമർശങ്ങൾ പോലെ തന്നെയാണ് ധനമന്ത്രി ബാലഗോപാലിൻ്റെ പ്രതികരണവും. ഇതടക്കം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കും. കാരണം എല്ലാ വിഷയങ്ങളും പ്രതിപക്ഷം ആയുധമാക്കി തുടങ്ങി. പ്രത്യേകിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷക്കാലം ഇരുട്ടുമുറിയിൽ അടച്ചുവെച്ചു എന്ന വിമർശനം പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കഴിഞ്ഞു. എല്ലാ ദിവസവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഒരു വനിതാ ഐ ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകണമെന്ന ആവശ്യം തന്നെ പ്രതിപക്ഷം ഉയർത്തി. അതിനിടയിൽ കോൺക്ലേവിനെതിരെയുള്ള ഒരു വലിയ പ്രഖ്യാപനവും നടത്തി പ്രതിപക്ഷം. കോൺക്ലേവ് സംഘടിപ്പിച്ചാൽ അത് തടയുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പ്രഖ്യാപിച്ചത്. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ നീക്കങ്ങൾ മുഴുവൻ തടയുക എന്ന ലക്ഷ്യം തന്നെയുണ്ട് പ്രതിപക്ഷത്തിന്. കാരണം ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി സ്ത്രീകൾക്കെതിരെ നടന്ന, സിനിമാ മേഖലയിൽ നടന്ന കുറ്റകൃത്യങ്ങൾ അത് പരാമർശിച്ചിട്ടും അതിൻ്റെ തെളിവുകൾ കൈവശമുണ്ടായിട്ടും എന്തുകൊണ്ട് സർക്കാർ നിയമ നടപടിക്ക്, പോലീസ് കേസിന് പോകുന്നില്ല, തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. സ്വാഭാവികമായും ഹൈക്കോടതി കൂടി ഇന്ന് ഇടപെട്ട സാഹചര്യത്തിൽ ഇനി സർക്കാരിന് മാറി നിൽക്കാൻ കഴിയില്ല. നിയമപരിശോധന കൃത്യമായി നടത്തി ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ എന്തായാലും സമർപ്പിക്കണം. അതിൽ സർക്കാരിൻ്റെ നിലപാടാണ്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്നതിന് കൃത്യമായ നിലപാട് അവിടെ പറയേണ്ടി വരും. കാരണം സീൽ ചെയ്ത കവറിൽ ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ പൊതുമധ്യത്തിൽ പറയുന്നത് പോലെ കോടതിയിൽ സർക്കാരിന് പറയാൻ കഴിയില്ല. ഇത് കേസെടുക്കാൻ പറ്റില്ല, സ്വമേധയാ കേസെടുക്കാൻ പറ്റില്ലെന്ന് അവിടെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടുകൾ ഹൈക്കോടതി അത് പരിശോധിച്ച് അതിൽ നിയമ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയാൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ തിരിച്ചടി കിട്ടാനില്ല. ഇപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി ലഭിച്ചു. അതും പ്രതിപക്ഷം ആയുധമാക്കി വലിയ രീതിയിൽ സർക്കാരിന് ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നു. സർക്കാർ ആശയക്കുഴപ്പത്തിലാണ്. കാരണം മന്ത്രിമാർക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നത ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കഴിഞ്ഞു. കാരണം തെളിവുകൾ സാംസ്കാരിക വകുപ്പിന് കൈവശമുണ്ട്, മൊഴികൾ സാംസ്കാരിക വകുപ്പിന് കൈവശമുണ്ട്. ഈ സംഭവത്തിന് ശേഷം തന്നെ സിനിമാ മേഖലയിലെ നിരവധി പേർ ഇപ്പോൾ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നു. അവർ നേരിട്ട് അതിക്രമങ്ങൾ പറയുന്നു. ആ ഘട്ടത്തിൽ കോൺക്ലേവ് എന്ന ഒരു കോംപ്രമൈസ് പ്രോഗ്രാമുമായി സർക്കാർ രംഗത്തെത്തുമ്പോൾ സ്വാഭാവികമായും അത് വീണ്ടും സർക്കാർ പരിഹാസ്യമാകും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് മനസ്സിലാക്കി ഒരുപക്ഷെ തിരുത്തലിന് സർക്കാർ തയ്യാറാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ അതീവ ഗൗരവത്തോടെ തന്നെയാണ്. കാരണം ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ പ്രതികരണങ്ങൾ പഠിക്കട്ടെ എന്ന് മന്ത്രിമാർ പറയുന്നുണ്ട്.